കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തകൾ നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ ആത്മീക ചിന്തയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയുള്ള ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണല്ലോ. 23-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. നമ്മൾ അവിടെ ധ്യാനിച്ചത് സൗമ്യത എന്ന വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സൗമ്യത എന്ന ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചാണ്. ഈ ഓരോ ആത്മാവിന്റെ ഫലവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ മുതലാണ്. നമുക്കൊരിക്കലും തന്നെ സ്വയമായി പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയാത്തതായ ഫലങ്ങളാണ് ഇതെല്ലാം തന്നെ. ഒരുപക്ഷെ ഇവിടെ പറയുന്നതായ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, സ്നേഹം, വിശ്വസ്തത തുടങ്ങിയതായിട്ടുള്ള ഫലങ്ങൾ മാനുഷികമായി നമുക്ക് സ്വയം പുറപ്പെടുവിക്കാൻ കഴിയുമെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ഫലം തികച്ചും വ്യത്യസ്തമാണെന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നവരുടെ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ തുടങ്ങുന്നത് ഇന്ദ്രിയ ജയം എന്ന ആത്മാവിന്റെ ഫലത്തിലെ 9-ാമത്തെ ഫലം അഥവാ അവസാനത്തെ ഫലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ദ്രിയ ജയം എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് സെൽഫ് കൺട്രോൾ എന്ന വാക്കാണ്. ഒരുപക്ഷെ ഇന്ദ്രിയ ജയം എന്നുള്ളതിനേക്കാളും നമുക്ക് കൂടുതൽ അറിയാവുന്നത് സെൽഫ് കൺട്രോൾ എന്ന പദമാണ്. മലയാളത്തിൽ ഇന്ദ്രിയ ജയം എന്ന് ഇവിടെ കാണുന്നത് നമ്മുടെ ജഡത്തിൽ ഉള്ളതായ ഇന്ദ്രിയങ്ങളെ വിജയിക്കുക, അതിൻ്റെ പാപ സ്വഭാവങ്ങളെ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. പക്ഷേ ആത്മാവിന്റെ ഫലമായ ഈ ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിജയിക്കുന്നത് നമ്മുടെ സ്വയ പരിശ്രമത്തിലൂടെ, അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് ഡിനയലോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഓരോരോ എക്സസൈസിൽ കൂടിയാണ് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ വിജയിക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി സഹായിക്കുന്നതായ ധാരാളം സെമിനാറുകൾ, ട്രെയിനിങ്ങുകൾ, അതേപോലെ തന്നെ വിവിധ കൗൺസിലിങ്ങുകൾ ഒക്കെ നിലവിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ വസിക്കുമ്പോൾ അവന് അവന്റെ ശരീരത്തിലുള്ള ആ ഇന്ദ്രിയങ്ങളുടെ പാപ സ്വഭാവങ്ങളുടെ മേൽ അവന് വിജയം പ്രാപിക്കാൻ സാധിക്കും. നോക്കണേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും തന്നെ നമ്മുടെ പരിശ്രമം കൊണ്ടല്ല എന്നുള്ളത് നമ്മൾ നന്നായി ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വിവരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ചിന്തകളിലേക്ക് ഇന്ന് നമുക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലന്മാരായ ആളുകളാണല്ലോ പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ലേഖനങ്ങളൊക്കെയും അവർ ക്രിസ്തീയ ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകിയാണ് അവരുടെ ലേഖനങ്ങളെ എഴുതിയത്. അതിൽ വളരെ ലീഡിംഗ് ആയി എഴുതിയതായ ദൈവദാസൻ എന്ന നിലയിൽ അപ്പോസ്തലൻ പൗലോസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഉപദേശിച്ചിരിക്കുന്ന നിരവധി ഉപദേശങ്ങളിൽ 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ താൻ പറയുന്നു, അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒളിമ്പിക്സ് അതിന്റെ ആദ്യത്തെ എഡിഷൻ ഗ്രീസിലെ അഥേനയിൽ നടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അപ്പോസ്തലൻ പൗലോസ് അന്നത്തെ ഒളിമ്പിക് മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നാണ് വേദ ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. പൗലോസിന്റെ എഴുത്തുകളിൽ പോലും അതിന്റെ ചില സ്വാധീനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അംഗം പൊരുന്നവനൊക്കെയും. അംഗം പൊരുന്നവൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നവൻ എന്ന അർത്ഥം. അതുപോലെ തന്നെ ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഓട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ആ എബ്രായ ലേഖനകാരൻ നാം കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്തീയ ജീവിതത്തെ പലപ്പോഴും ഇങ്ങനെയുള്ള കായിക മത്സരങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി പറയുന്നതായ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നു, അങ്ങനെ പൊരുതുന്നവൻ സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു. സകലത്തിനും വർജ്ജനം ആചരിക്കണം എന്ന് പറയുമ്പോൾ തങ്ങളുടേതായ ആ മത്സരത്തിൽ തങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് കുറിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു,
അവരൊക്കെയും അതിനുവേണ്ടി വർജനം ആചരിക്കുന്നു. ചിലതിനെ അവർ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അവയവങ്ങളാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ഈ ജഡം എപ്പോഴും ഈ ലോകത്തോട് ബന്ധപ്പെട്ട് ജീവിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ജഡാഭിലാഷം എന്ന് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴും ഈ ജഡാഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും തമ്മിൽ വിരുദ്ധമായിരിക്കും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ആത്മാവിനോട് പോരാടുന്ന മറ്റൊരു പ്രമാണമായി നമ്മുടെ ജഡത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ജഡത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. അതിനെ താരതമ്യപ്പെടുത്തിയാണ് ഇവിടെ 1 കൊരിന്ത്യർ 9:25 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അംഗം പൊരുന്നവനൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനമാണ്. ഓടി വിജയിക്കുക എന്നുള്ളതാണ്, മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന എന്തും അദ്ദേഹം തന്റെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കുന്നു. നമുക്കറിയാം, അത്ലറ്റുകൾ അവർ വളരെ മിനിമലായിട്ടുള്ള വസ്ത്രം മാത്രമാണ് ധരിക്കുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. കാരണം അവരുടെ ഓട്ടത്തെ ഇതൊന്നും സാരമായി ബാധിക്കുവാൻ അവർക്ക് ആഗ്രഹമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. ആത്മീയമായി ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ധാരാളം ശാരീരികമായ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അവയ്ക്ക് അവയുടേതായിട്ടുള്ള രാഗങ്ങളും മോഹങ്ങളുമുണ്ട്. പക്ഷെ അതിനെ വിജയിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. കാരണം കുരുടൻ കുരുടനെ വഴികാട്ടുന്നു എന്ന് പറയുന്നത് പോലെ പാപിയായ നാം ഓരോരുത്തരും നമ്മുടെ അവയവങ്ങളിലെ പാപങ്ങളെ നിയന്ത്രിക്കാൻ നോക്കിയാൽ, സെൽഫ് കൺട്രോൾ എടുക്കാൻ നോക്കിയാൽ ഒരിക്കലും നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ആ ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ, ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ആ സെൽഫ് കൺട്രോൾ നമുക്ക് ഈ ശരീരത്തിലെ പാപജടിലമായ ഈ അവയവങ്ങളെ ജയിക്കുവാൻ സാധിക്കും. പല ആളുകളും ഈ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നവരായ ആളുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് പോലും ഒരു ശരിയായ ക്രിസ്ത്യാനിയാകുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അവന് നല്ലവനായി ജീവിക്കാൻ സാധിക്കുമായിരിക്കാം, ലോകത്തിന് മുമ്പാകെ അവന് നല്ല പേരെടുക്കുവാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ആകുവാൻ കഴിയത്തില്ല, ഒരു സക്സസ്ഫുൾ ക്രിസ്ത്യൻ ആകുവാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അനുബന്ധമായി ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. അങ്ങനെയാണെങ്കിൽ വാടുന്ന കിരീടം പ്രാപിക്കുന്ന ആളുകൾ ഇപ്രകാരം വർജനം ആചരിക്കുന്നെങ്കിൽ വാടാത്ത കിരീടം പ്രാപിക്കുന്ന നമ്മൾ എത്രത്തോളം വർജനം ആചരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ചിലതൊക്കെ എടുത്തു മാറ്റുന്നത്. നമ്മൾ സെറ്റപ്പാട്ട് ചെയ്യപ്പെടണമെന്ന്, നമ്മൾ മാറി നിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മളെ ഉപദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി തൻ്റെ മുൻ ജീവിതത്തിൽ നിന്നും, അല്ലെങ്കിൽ തൻ്റെ മുൻ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ നിന്നും, തനിക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്നും ഒക്കെ അദ്ദേഹം മാറി നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. 1 കൊരിന്ത്യർ 9 അതിന്റെ 27 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു സ്വയ സാക്ഷ്യം താൻ രേഖപ്പെടുത്തുന്നുണ്ട്. താൻ പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്രേ ചെയ്യുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്ത വരുന്നത്, പൗലോസ് സ്വയം താൻ തന്റെ ശരീരത്തെ ഉപദ്രവിച്ചുവോ? അങ്ങനെയല്ല ഇവിടുത്തെ അർത്ഥം. മറിച്ച് അവൻ സ്വയം നിയന്ത്രിച്ചു എന്നുള്ളതാണ്. ഈ നിയന്ത്രണം, പ്രത്യേകിച്ച് ആത്മാവിന്റെ നിയന്ത്രണം, നമുക്ക് വളരെയധികം വേദന തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. പലപ്പോഴും അത് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ദൈവാത്മാവിനെ നമ്മൾ വിട്ടുമാറി സ്വയമായി ചിന്തിക്കുവാൻ, സ്വയമായി പ്രവർത്തിക്കുവാൻ പലരും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പലരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലെ സാക്ഷ്യം എന്താണ്?
താൻ പറയുന്നു, ഞാൻ കൊടരാത്തവനായി പോകാതിരിക്കേണ്ടതിന് എനിക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതേസമയം തന്നെ ഞാൻ കൊടരാത്തവനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. അതിനുവേണ്ടി തന്നെ സഹായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്നെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഇന്ദ്രിയ ജയം തരുന്ന ദൈവത്തിന്റെ ആത്മാവിനാലാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ധാരാളം വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് എനിക്ക് വായിക്കാനുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വയ നിയന്ത്രണം എന്നുള്ളത് നമ്മളെ കൊണ്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നാം പോലും സ്വയം നിയന്ത്രിക്കുവാൻ പ്രയാസപ്പെടുന്ന മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തടയും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴിതിരിച്ചുവിടും. അപ്പോൾ അത്രത്തോളം നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മോടുകൂടെ ഉണ്ട് എന്നറിയുന്നത് എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആകണമല്ലോ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ, സഹായകൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലായി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നതിനോളം അപ്പുറം ഭാഗ്യമായ വേറൊന്നുമില്ല. അതിനുവേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ മാനിക്കും, അനുഗ്രഹിക്കും. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. വാസ്തവമായിട്ടും ദൈവത്തിന്റെ വചനം ഇന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമായ ആ ഇന്ദ്രിയ ജയം ഞങ്ങളുടെ ശരീരങ്ങളിൽ അങ്ങ് നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ തന്നെ സ്വയമായി ഞങ്ങളെ നിയന്ത്രിക്കുവാൻ പരിശ്രമിക്കുന്നിടത്ത് ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമായ ആ ഇന്ദ്രിയ ജയം ഞങ്ങളുടെ പാപ ജടിലമായ ഞങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ ജയിക്കുവാനുള്ളതായ പ്രാപ്തി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.